പല്ലക്കില്? എടാ ഞാൻ പഴയ രാജകുടുംബത്തിലെ ആളല്ലേ. രാജകുടുംബത്തിലെ നീ കേട്ടിട്ടില്ലേ? വീരപാണ്ഡ്യ രാജാതിരാജ കട്ടബൊമ്മൻ പടയപ്പ. ഇതൊക്കെ രജനീകാന്തിന്റെ പടത്തിന്റെ പേരല്ലേ? ഒന്ന് പോടാപ്പാ. നിന്റെ വീട്ടിലെല്ലാവരും പല്ലക്കിലാ യാത്ര? പിന്നെ അച്ഛനിപ്പോ മറ്റേ മാരുതി പല്ലക്ക്, ചേട്ടൻ ഫിയറ്റ് പല്ലക്ക്, അനുജ് വലിവണ്ടി പല്ലക്ക്. ഇപ്പൊ അച്ഛൻ പല്ലക്കിന്ന് വീണ് പല്ലക്ക് പോയിരിക്കുക. അതുപോട്ടെ, എന്താ വൈകിയത്? ഞങ്ങള് രാജകുടുംബത്തിലെ ആൾക്കാരാകുമ്പോ അല്പം വൈകിയൊക്കെ വരൂ. ഇനിയെങ്കിലും ഒന്ന് വേഗം വാ. അയ്യേ, ഇതെന്താ മോനെ? ഇപ്പോഴത്തെ കാലത്തെ പല്ലക്ക് ചുമക്കാൻ ആളെ വിളിക്കണെങ്കിലേ യൂണിയൻകാർക്ക് കുടുംബം വെച്ച് പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് സെൽഫായിട്ട് താങ്ങിയതാ. മടിയൻ മല ചുമക്കൊന്ന് കേട്ടിട്ടുണ്ട്, ഇപ്പൊ നേരിട്ട് കണ്ടു. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണ എന്റെ മോനോ. വേഗം വാ മോനു. മലയാള ടി വിന്ന് വരികയാണ്. വിഷ്വൽ മീഡിയ. വിഷ്വൽ മീഡിയ. ഓ മൈ ഗോഡ്. വിഷ്വൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് വിഷ്വൽ മീഡിയ. ആണല്ലേ? അതെ. ചേട്ടന് സിനിമകളൊക്കെ കാണാറുണ്ടോ? അതെ, എനിക്ക് മലയാള സിനിമ, തമിഴ്, തെലുങ്ക്, ഉറുദു, പൊറുത്, കന്നഡ എല്ലാം എനിക്ക് എല്ലാ സിനിമകളും, ഹിന്ദി എല്ലാ സിനിമകളും കാണാറുണ്ട്. അതെ. സിനിമകളെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ എനിക്ക് മലയാള സിനിമയല്ല ഏത് സിനിമയായാലും എനിക്ക് എല്ലാം ഒരുപോലെയാണ് എന്റെ എല്ലാ സിനിമകളും ഒരേപോലെയാണ്. ടിവിയും സിനിമയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളില്ല, എല്ലാം ഒരുപോലെ തന്നെയാണ്. എല്ലാം ഒരുപോലെ. അതെ, എനിക്ക് വിഷ്വൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു വിഷ്വൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വിഷ്വൽ മീഡിയ വരും. അപ്പൊ ഈ വിഷ്വൽ മീഡിയയിൽ വരുന്ന എല്ലാതും എനിക്ക് ഇഷ്ടമാണ്. ദാറ്റ് മീൻ അബോർഷൻ. അല്ല, എനിക്ക് അതിലെല്ലാ അപ്പോൾ ചേട്ടന് പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടമല്ലേ? പാട്ടുകൾ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. അതല്ലേ? പാട്ടുകൾ ഈ അമിതാഭ് ബച്ചന്റെ സോങ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ്. എല്ലാ സിനിമയും മലയാള സിനിമയും എല്ലാം എനിക്ക് ഒരുപോലെയാണ്. എല്ലാ നടന്മാരുടെ പാട്ടുകളും ചേട്ടന് ഇഷ്ടമാണോ? എല്ലാ നടന്മാരുടെ ഡാൻസുകളും ഇഷ്ടമാണ്. എല്ലാവരും ഇപ്പൊ ഓരോരുത്തർ ഡാൻസിനെ കുറിച്ച് വിലയിരുത്തുന്നത് എനിക്ക് എല്ലാം ഒരുപോലെയാണ്. എല്ലാം ഒരുപോലെയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വരുമ്പോൾ ഞങ്ങൾ ചേട്ടന് വേണ്ടി ആ പാട്ട് ഇടുന്നതാണ്. ഏതാണ്? ഏതൊരു പാട്ടാണ് ചേട്ടന് ഇഷ്ടം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇട്ടോളൂ. നമ്മൾ പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടുള്ളൂ. ഓ സോറി ബാബാ. അതെ, ഓക്കെ. അപ്പോ ഹരികൃഷ്ണൻസിലെ പാട്ട് ഇടുന്നു. ഒരു ഫ്ലാഷ് ബാക്ക്. ഹരിയും കൃഷ്ണനും ഈ ചേട്ടന് വേണ്ടി ആ പാട്ടിടുന്നു. എനിക്ക് വേണ്ടി ഹരീഷൻസ് ഇടാൻ പോകണല്ലേ? അതെ. ഒരു മിനിറ്റ്. ആ പാട്ട് ഇടുന്നതിന് മുമ്പ് എന്നെ ഈ റോഡൊന്ന് ക്രോസ് ചെയ്ത് കടത്തി തരണേ. അതെന്താണ്? ഞാനൊരു അന്ധനാണ്, എനിക്കൊന്നും കണ്ടുകൂടാ. അപ്പൊ എല്ലാ സിനിമകളും ഒരുപോലെയാണ്? അതെ, എനിക്ക് എല്ലാ സിനിമയും ഒരുപോലെ. എനിക്കൊന്നും കാണാൻ പറ്റില്ല, അതുകൊണ്ട് എല്ലാ സിനിമയും ഒരുപോലെ എനിക്ക്. ഇവിടെ നിന്നാ ബസ് കയറാൻ പറ്റുമോ? ഇവിടെ നിന്നാ പറ്റില്ല, ആ റോട്ടിലോട്ട് കയറി നിന്നാ ബസ് കേറിക്കോളും. അല്ല, ഇത് പുത്തമടത്തിന്റെ മീരയല്ലയോ? അതെ. എന്നെ മനസ്സിലായില്ലേ? ഇല്ലല്ലോ. ഞാൻ ഹരി. ഏത് ഹരി? കൃഷ്ണന്റെ കൂട്ടുകാരൻ ഹരി. I remember that. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ?
പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ വന്നു നിന്ന കവിതേ പണ്ടത്തെ പാട്ടുറങ്ങും ഒരു മൺവീണയാണെന്റെ മാനസം. അന്നെന്നിൽ പൂവണിഞ്ഞ മൃദു സല്ലാപമല്ലോ നിൻ സ്വരം എന്നിട്ടും താൻ എന്നോടൊന്നും ഉണ്ടാത്തതെന്താണ്? വായിൽ മുറുക്കാനല്ലേ? പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ വന്നു നിന്ന കവിത